ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എയർ ഫ്രയറിൽ കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഓയിൽ ഫ്രൈ ചെയ്ത മീനും ഉണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ട്. ചിക്കൻ കറിയുണ്ട്, കൂടെ പൈനാപ്പിൾ പച്ചടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി. കൂടെ തന്നെ നല്ല തേങ്ങ അരച്ച മീൻ കറി ഉണ്ട്. പിന്നെ അടുത്തായിട്ടാണ് പിഴിഞ്ഞു പുളി. ഇതിനകത്ത് പുളി, മുളക്, കറിവേപ്പില അങ്ങനെ കുറേ ഐറ്റംസ് ഇടും. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ട്, കൂടെ കാന്താരി മുളക് ഉപ്പിലിട്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുണ്ട്. പിന്നെ അച്ചാറിൻ്റെ കാര്യം പറയണ്ടോ, പച്ചക്ക് ഇട്ടയിൽ ഞങ്ങൾ വാരി തിന്നുന്നതാണ് മാങ്ങ അച്ചാർ. ഇനി നമുക്ക് ചോറ് വിളമ്പലിലേക്ക് കടക്കാം. പ്ലേറ്റ് എടുത്ത് വെച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ പൈനാപ്പിൾ പച്ചടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു പുളി മധുരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ശേഷം മീൻകറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിഴിഞ്ഞു പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെക്കുന്ന റെസിപ്പി എന്താണെന്ന് എൻ്റെ റെസിപ്പി ഉൾപ്പെടെ ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാമേ. അതിനുശേഷം മീൻ വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, പപ്പടവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പിന്നീട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് കാന്താരിമുളക് വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. മാങ്ങ അച്ചാറും ഇടയ്ക്കൊരു ഗ്യാപ്പിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഇടയ്ക്ക് കാണുന്ന കരങ്ങൾ ശ്രീകുട്ടിയുടേതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.